ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് കുഞ്ഞിൻ്റെ സ്കൂളിലെ എന്താ പറയുക, നമ്മുടെ ഓണാഘോഷമായിരുന്നു കേട്ടോ. അപ്പോൾ അവളുടെ ആദ്യത്തെ ഓണാഘോഷമാണ് അത്, സ്കൂളിലെ ആദ്യത്തെ ഓണാഘോഷമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അതിനകത്ത് ഓരോ ഓണപ്പരിപാടികൾക്കും അവൾക്ക് ആദ്യം പുതുമയാണ് കേട്ടോ. അവൾക്ക് അറിയത്തില്ല, കസേരകളിയും കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷേ ഇപ്പോൾ എല്ലാം പഠിച്ചു. അപ്പം കസേരകളിയായിരുന്നു ഇന്ന് കംപ്ലീറ്റ് 4ാം ക്ലാസ് വരെ, LKG മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ കസേരകളിയൊക്കെ തീർന്നപ്പോഴത്തേക്കിനും 1 മണിയായിട്ടുണ്ട്. അപ്പോൾ ആദ്യം പ്രീ പ്രൈമറിയുടെ കസേരകളിയായിരുന്നു. എന്തായാലും കുറേ റൗണ്ട് മോളോടി, മോളോടി. പിന്നെ 2 കുട്ടികൾ അതിനിടയിൽ കൂടെ ഔട്ടായി പോയി കേട്ടോ. 2 കുട്ടികൾ ജയിച്ചു. ആൺകുട്ടികളുടെ ആയിരുന്നു ആദ്യത്തെ കസേരകളി, പിന്നെ പെൺകുട്ടികളുടെ ആയിരുന്നു. അപ്പോൾ LKG UKG കൂടെ ഒരുമിച്ചിട്ടായിരുന്നു കേട്ടോ. ആ സമയം തന്നെ അവിടെ അത്തപ്പം ഇടുമായിരുന്നു. അപ്പം ഇച്ചിരി താമസിച്ചു പോയി പരിപാടികളൊക്കെ തുടങ്ങാൻ. അതുകൊണ്ട് തന്നെ എന്താ പറയുക, നമ്മൾ വീഡിയോ എടുക്കുന്ന മോളുടെയും കൂട്ടുകാരുടെ എല്ലാവരുടെയും വീഡിയോ എടുക്കണം. ടീച്ചേഴ്സും പറഞ്ഞ് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞ്. അപ്പം ടീച്ചേഴ്സ് കുട്ടികളെ നോക്കുന്ന ആ ഒരു തിരക്കാണ്. എങ്കിലും നമ്മുടെ കയ്യിലും കൂടെ ഉണ്ട്, എന്താ പറയുക, ശ്രദ്ധയൊക്കെ. നമുക്ക് കുട്ടികളെല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങോട്ട് വരുന്ന സമയത്ത് പീക്കിരി കുട്ടികളൊക്കെ അതിനകത്ത് പെട്ടുപോകും. അതുകൊണ്ട് അവരെ നോക്കണമായിരുന്നു. അങ്ങനെ കസേരകളിയായിരുന്നു കുറേ നേരത്തേക്ക്. ഉച്ച വരെ ഞങ്ങൾ പിന്നെ അവിടെ വരാന്തയിലിരിക്കും കേട്ടോ. ഇടയിൽ കൂടെ കുട്ടികൾക്ക് സ്നാക്സും ഒക്കെ കൊടുത്തു. കാരണം പ്രീ പ്രൈമറി കുട്ടികളല്ല, അവർ ഒരുപാട് ക്ഷീണിക്കും. കാരണം എത്ര ഓടി കഴിയുമ്പോഴത്തേനും ക്ഷീണിക്കും. അതും ആദ്യമായിട്ടൊക്കെ ഉള്ള പരിപാടികളല്ലേ, എല്ലാ കുട്ടികളും ആദ്യമായിട്ടായിരിക്കുമല്ലോ ഈ കസേരകളിയിലൊക്കെ പങ്കെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വിയർത്ത് കുളിച്ചങ്ങ്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേനും അവരെ പ്രീ പ്രൈമറിയെ കയറ്റി സ്നാക്സ് കൊടുത്തു. ആ സമയത്തേക്ക് നമ്മുടെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് 4ാം ക്ലാസ് വരെയുള്ളവരുടെ കളികൾ തന്നെ. ഇടയ്ക്ക് കൂടെ ഓരോ കുട്ടികളുടെ പാട്ടിനനുസരിച്ചുള്ള ചാട്ടവും, എന്താ പറയുക, അവരുടെ ലോകമല്ലേ, അവരുടെ എന്താ പറയുക, അവരുടെ സെലിബ്രേഷനല്ലേ. അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര സന്തോഷം. അവരുടെ പട്ടുപാട ഇട്ടുകൊണ്ട് വന്നവരുണ്ട്, മുണ്ടെടുത്തുകൊണ്ട് വന്നവരുണ്ട്, ഹാഫ് സാരി എടുത്തുകൊണ്ട് വന്നവരുണ്ട്. എന്താ പറയുക, പുതുമയുള്ള ഒരു ലോകം പോലെ പുതുമയായിരുന്നു. പണ്ട് ആ സമയം നമുക്ക് അവിടെ നിന്നുകൊണ്ട് നമ്മളുടെ കൊച്ചിലത്തെ ഓണാഘോഷമൊക്കെ ഇങ്ങനെ ചിന്തിച്ചു. പട്ടുപാട ഇല്ലാതിരുന്നൊരു കാലം, അതിനുവേണ്ടി എന്താ പറയുക, വിഷമത്തോടെ മറ്റു കുട്ടികളെ നോക്കിയിരുന്നൊരു കാലം, ഇതെല്ലാം അവരിന്ന് ആലോചിച്ചിട്ടുണ്ട്. എൻ്റെ മോളുടെ പട്ടുപാട ഞാൻ തന്നെ തയ്ച്ച കേട്ടോ, കൈത്തയ്യൽ തയ്ച്ചാണ്. അതുകൊണ്ട് തന്നെ എനിക്കൊരു എന്താ പറയുക, സന്തോഷമുണ്ട്. അതുപോലെ തന്നെ എവിടെയെങ്കിലും ആരെങ്കിലും വലിച്ച് കയറി പോകുന്നൊരു പേടിയുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഒന്നും പറ്റിയൊന്നുമില്ല. അവൾ ഫുൾ എനർജറ്റിക്കായിട്ട് തന്നെ ഡാൻസ് കളിയും ഒക്കെ ആയിരുന്നു. കൂട്ടുകാരുടെ കൂടെ ഞാൻ എത്ര പിടിച്ച് മാറ്റിയിട്ട് അവൾ വന്നില്ല. അവിടെ കിടന്ന് തുള്ളലും ഒക്കെ ആയിരുന്നു. അത് കാണുമ്പോൾ നമുക്ക് പിടിച്ച് മാറ്റാനും തോന്നത്തില്ല, കളിച്ചോട്ടെന്ന് വിചാരിക്കും. അങ്ങനെ കുറേ നേരത്തേക്ക് എന്താ പറയുക, കളികളും കസേരകളിയും ഒക്കെ ആയിരുന്നു. അങ്ങനെ അവരുടെ ക്ലാസ്സിലും ഒക്കെ എന്താ പറയുക, നമ്മളെ ഓരോരുത്തർ ടീച്ചറെന്ന് വിളിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ സന്തോഷമുണ്ട് കേട്ടോ. കുട്ടികളുടെ ഇടയ്ക്ക് കിടന്ന് കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികൾ നമ്മളെ ടീച്ചറെന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, മക്കളെ ടീച്ചറല്ല, ആൻറ്റിന്ന് വിളിച്ചാൽ പറഞ്ഞു. പിന്നെന്താ പറയുക, പിന്നെ വലിയ പേരൻസിൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ. പേരൻസിൻ്റെ തന്നെ ഞാൻ പോയില്ല. എനിക്ക് വയ്യ, ഞാൻ തല കറങ്ങി വീഴും. എനിക്ക് ഇയർ ബാലൻസിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ തല കറങ്ങും. അതുകൊണ്ട് ഇപ്പം അങ്ങനത്തെ പരിപാടികളിലൊന്നും ചേരാറില്ല. അതുകൊണ്ട് വീഡിയോ എടുക്കുക, അതൊക്കെയാണ്. പിന്നെ ഒരു പുലിക്കുട്ടനെ കണ്ടു. പുലിക്കുട്ടൻ ഇവിടെ ഇങ്ങനെ കിടന്ന് കളിക്കുന്ന കണ്ടു. അതും ഞാൻ വീഡിയോ ആക്കി എന്തായാലും. പിന്നെ അത് കാണുമ്പോൾ കുട്ടികളെല്ലാം തുള്ളുന്നുണ്ട്. വീഡിയോ എടുക്കുന്ന കാണുമ്പോൾ എല്ലാവരും തുള്ളുന്നു. അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം കേട്ടോ. പിന്നെ എന്താ പറയുക, കസേര കളിക്കകത്ത് ഇച്ചിരി ഏജ്ഡായിട്ടുള്ള ഒരു അമ്മയെ ജയിച്ചത്. അത് കണ്ടപ്പോൾ ഒരു ഭയങ്കര സന്തോഷം. കുട്ടികളുടെ കൂട്ട് തന്നെ നല്ലൊരു സന്തോഷം ഉണ്ടായിരുന്നു ആ അമ്മ ജയിച്ചപ്പം. പിന്നെ കുട്ടികളുടെ കുറച്ച് ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. ആ സമയം നമ്മുടെ പ്രീ പ്രൈമറി കുട്ടികൾക്ക് ഓണസദ്യ കൊടുക്കുന്ന സമയമായിരുന്നു. അങ്ങനെ അവിടെയും പോയി കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് എല്ലാവരും വിഭവസമൃദ്ധമായ ഓണസദ്യ കഴിക്കുകയാണ്. സന്തോഷമുണ്ട്. വാഴയിലക്കകത്ത് കുട്ടികളെല്ലാം കഴിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കക്ഷി അവിടെ ഇരുന്ന് എന്താ പറയുക, ആദ്യം തന്നെ പഴം പൊളിച്ചാണ് ഞാൻ തിന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ചെന്നിട്ട് പറഞ്ഞു, ചോറുണ്ണാൻ പറഞ്ഞു. പപ്പടം പൊടിച്ചങ്ങനെ ഒറ്റയ്ക്ക് തിന്ന് പഠിക്കുന്ന സ്കൂളിൽ നിന്നാൽ നമ്മൾ വീട്ടിൽ നിന്നാൽ ഞാൻ വാരി കൊടുക്കണം. അതുകൊണ്ട് തന്നെത്താൻ എന്തായാലും കഴിച്ചു തോന്നും കേട്ടോ. മുഴുവൻ കഴിച്ചെന്നാൽ എന്നോട് പറഞ്ഞു. ഞാൻ കടയിലോട്ടൊന്ന് പോയായിരുന്നു. പിന്നെന്താ, പരിപ്പും എല്ലാം വിളമ്പി. ടീച്ചേഴ്സാണ് വിളമ്പുന്നത്, പ്രീ പ്രൈമറി ടീച്ചേഴ്സാണ്. അപ്പോൾ ആദ്യം പ്രീ പ്രൈമറിക്ക് ചോറ് കൊടുത്തിട്ട് പിന്നീടാണ് മറ്റേ ബാക്കി കുട്ടികൾക്ക് ചോറ് കൊടുക്കുന്നത്. പ്രീ പ്രൈമറി കഴിച്ച് കഴിയണമെങ്കിൽ ഇച്ചിരി താമസം എടുക്കും. എന്താ പറയുക, എന്തായാലും മുഴുവൻ കഴിച്ചു. പിന്നെ പായസം ഉണ്ടായിരുന്നു. പായസം എല്ലാവരും കഴിച്ചു. കുറച്ച് പേര് പേടിച്ചിരിക്കുന്നു, കുറച്ച് പേര് കഴിക്കത്തില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുന്നു. അതൊക്കെ കണ്ടപ്പോൾ എന്താ പറയുക, ഒരു ചിരിയാണ് തോന്നിയത്. സ്നേഹത്തോടെ ഉള്ള ഒരു ചിരി തോന്നി. പിന്നെ എല്ലാവരും പായസം കുടിച്ച് കാണും എല്ലാവരും. പിന്നെ അവളെ കൊണ്ട് ഒരു പാട്ട് പാടിപ്പിച്ചു. പാട്ട് അറിയത്തില്ലെങ്കിലും മൈക്ക് പിടിക്കാനൊരു എന്താ പറയുക, നമുക്കൊക്കെ സ്റ്റേജിൽ കയറാൻ പേടിയായിരുന്നു. അപ്പം കുഞ്ഞിലെ തന്നെ ആ ഒരു പേടി മാറ്റണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ
ഏത് പ്രോഗ്രാം വന്നാലും കുറച്ച് വരെ അറിയത്തുള്ളെങ്കിൽ അത് പാടിപ്പിക്കുമായിരുന്നു. ഇപ്പോഴേ പാടിപ്പിച്ചാലേ വലുതാകുമ്പോഴേ ഏതെങ്കിലുമൊക്കെ പരിപാടിക്കകത്ത് അവൾ കുഞ്ഞുങ്ങളാരായാലും കയറത്തുള്ളൂ. അതുകൊണ്ട് ഒരു ചെറിയ 2 വരി പാട്ടൊക്കെ പാടി. പിന്നെ എന്താ പറയുക, പിന്നെ കുറച്ച് നേരം കൂടെ കളിച്ചിട്ട് ഞങ്ങളിനി പോരുമായിരുന്നു കേട്ടോ. ഭയങ്കര വിഷമമായിരുന്നു ഇനി പോരുന്നതിന്. എന്തായാലും വിഷമത്തോടിഞ്ഞ് പോകുന്നു. ഇനി 10 ദിവസത്തെ അവധി അടിച്ച് വിളിക്കാമെന്ന് വിചാരിച്ച്. അത്രയുള്ള വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാതെ. ബൈ.